ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പാലപ്പം എന്നും വെള്ളയപ്പം എന്നൊക്കെ പറയാറുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിൽ പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സാധാരണ പച്ചരിയാണ് കേട്ടോ. 2 കപ്പ് അളവിൽ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഒരു 4-5 തവണ ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങയും 1/4 കപ്പ് അളവിൽ ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് മതിയാവും കേട്ടോ ഈസ്റ്റ്, ഇതിന് ഒരുപാട് വേണ്ടി വരത്തില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷമാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. എല്ലാം തന്നെ ഒരുമിച്ച് നമ്മൾ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം ഒന്ന് അത് നികന്ന് നിൽക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരുപാട് ഒഴിക്കരുത്, അതിൻ്റെ ഒരല്പം മുകളിലേക്ക് മാത്രം. ഇതൊരു 6 മണിക്കൂറൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതിവിടെ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അല്പം വെള്ളം ഒന്ന് കുറഞ്ഞതുപോലെ. അപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കേണ്ടത്. അരച്ചെടുക്കുമ്പോൾ വെള്ളം അഥവാ കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ തേങ്ങ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം ഒരു കൂടുതൽ വെള്ളം ആയിപ്പോയി കഴിഞ്ഞാൽ അത് അരച്ചെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത് ഓരോ ബാച്ചായിട്ട് ഞാനിത് മൊത്തം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അരയ്ക്കുന്ന സമയത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കുതിർക്കുന്ന സമയത്ത് ചോറില്ല എന്നുണ്ടെങ്കിൽ അവൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 1/4 കപ്പ് ചോറാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ 1/2 കപ്പ് അവലെടുത്തിട്ട് അത് കഴുകി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പം ഞാനിവിടെ ഇതെല്ലാം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കുന്നില്ല, കാരണം ഇത് 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്നത് കൊണ്ടാണ്. 8 മണിക്കൂർ വെക്കുന്നതുകൊണ്ടാണ് വളരെ കുറച്ച് ഈസ്റ്റ് ചേർത്ത് കേട്ടോ. പെട്ടെന്നൊക്കെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റെങ്കിലും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്കിനി ഒരു 8 മണിക്കൂറൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതിവിടെ രാവിലെ ആയിട്ടുണ്ട്, കണ്ടില്ലേ? മാവ് നന്നായിട്ട് തന്നെ പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഈ പാത്രം ഒന്ന് അതിലേക്ക് ഇറക്കി വെച്ചിരുന്നാൽ മതിയാകും കേട്ടോ. പെട്ടെന്ന് തന്നെ അത് ഫെർമെൻ്റായിട്ട് കിട്ടും. കണ്ടില്ലേ? നന്നായിട്ട് തന്നെ അത് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തലേ ദിവസമേ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സെപ്പറേറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അതിനകത്ത് ഇട്ടേക്ക് മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്യരുത്. ഒരുപാട് സമയം മിക്സ് ചെയ്താലും അപ്പത്തിൻ്റെ ആ ഒരു പതയൊക്കെ പോയിട്ട് അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് പോകും. ഇനി ഞാനിവിടെ അപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ എത്ര തിക്നെസ് വേണോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു ടൈമിൽ തിക്കായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അല്പം തേങ്ങ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളം കൂടി പോകരുത് കേട്ടോ. സ്പൂൺ അളവിൽ മാത്രമേ ഒഴിച്ച് കൊടുക്കാവൂ. ഒരുപാട് അങ്ങ് ആയിക്കഴിഞ്ഞാൽ അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. ഒരുപാട് ലൂസായാലും സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇതിവിടെ ബബിൾസൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അരികൊക്കെ നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. വളരെ ഈസിയാണ്. നമുക്ക് അരി വെള്ളത്തിലിട്ടതിന് ശേഷം പിന്നെ രാത്രിയിൽ അത് കഴുകി തേങ്ങ തിരുമ്മി അത് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് അരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല സോഫ്റ്റ് അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, എങ്കിലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്